എന്റെ അച്ഛൻ വാങ്ങി തന്നതാ റിമോട്ട് കാർ. നന്നായിട്ടില്ലേ? എന്റെ കയ്യിലും റിമോട്ട് കാർ ഉണ്ട്. ശരിയെങ്കി വാ, നമുക്കൊരു റേസ് നോക്കാം. ആരംഭിക്കലാங்களா? മക്കസായി മക്കസായി റംബംബോ. നീ പാവയ്ക്ക് ഫ്രീ ടൈമിൽ പാട്ട് ക്ലാസ് വല്ലതും എടുക്കുന്നുണ്ടോ? ആ പാവം നീ കളയുന്നുണ്ടോ? അതിൽ പ്രേതമുണ്ട്. പ്രേതം വന്ന് ഭൂതം വന്നെന്ന് ഒരു കഥ ഇറക്കുന്നു. ഈ പാവയ്ക്ക് പ്രേതബാധ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചിണ്ടുവിന്റെ അച്ഛനല്ല. ചിണ്ടു എഴുന്നേക്കാൻ നോക്ക്, സ്കൂളിൽ പോകാനുള്ളല്ലേ? എന്താ അമ്മ? അമ്മ സ്കൂൾ വെക്കേഷൻ അല്ലേ, എന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? വെക്കേഷനോ? ഡാ, ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം. ഇന്ന് സ്കൂൾ തുറക്കുന്ന? ഇന്ന് സ്കൂള് തുറക്കുമല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയല്ലോ. ഇപ്പോഴും വെക്കേഷൻ ആണെന്ന വിചാരം. ഇപ്പോഴല്ലേ സ്കൂള് പൂട്ടിയത്, അതിനുള്ളിൽ 2 ആഴ്ച കഴിഞ്ഞോ? ഗോപി ഗോപി, എനിക്ക് 3 ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സ്കൂളിൽ പോയ ബോറടിക്കും ഗോപി. എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? അതെ, ഇറങ്ങുവാണ്. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഓക്കെ ചിണ്ടു, എന്നാ നീ പോയിട്ട് വാ. എടി, നിനക്കിന്ന് സ്കൂൾ തുറന്നില്ലേ? ചിണ്ടു, പൂർണ്ണീന് 3 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോവാ. അതെയോ? പൂർണി, നീ നാട്ടിലേക്ക് പോവാണോ? ചേട്ടന് ബോറടിക്കും നീ ഇല്ലെങ്കിൽ. മിസ് യു പൂർണി. വെറുതെ അഭിനയിക്കില്ലേ ചേട്ടാ? അമ്മേ അമ്മേ, ഇപ്പൊ ചോദിക്ക്. എന്താ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുന്നത്? എന്താണമ്മ? ചിണ്ടു, നിന്റെ ആ പാവയില്ലേ? ആ അമ്മ. അത് അവൾക്ക് കൊടുത്തേക്ക്. എന്താന്ന് വെച്ചാ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അത് അവള് കൊണ്ടുപോട്ടെടാ. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം, മതിയോ? അമ്മ പോ അമ്മ, നിങ്ങൾ വേണമെങ്കിൽ അവൾക്ക് വേറെ പാവ വാങ്ങിക്കൊടുക്ക്. നീ വേണമെങ്കിൽ പുതിയ പാവ വാങ്ങിക്കോ, എനിക്ക് ഈ പാവ തന്നെ വേണം. അയ്യോ, ഈ കുരുത്തം കെട്ട പിള്ളേർ അടി തുടങ്ങി. ഞാൻ തരില്ല, നീ പോ. ശരി, മതി മതി. ഇപ്പൊ നീ ക്ലാസ്സിൽ പോ, എന്നിട്ട് തീരുമാനിക്കത്. പോ. ചേട്ടാ നോക്കിക്കോ, ഞാൻ നാട്ടിൽ പോകുമ്പോ ഈ പാവെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ പേര് പൂർണ്ണിന്നല്ല. ഇനി വെറും 3 ദിവസം. എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് നിന്ന് ലൗഡ് ഗോപിയെ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ ഞാൻ വിജയിച്ചു. സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ മൊത്തം 2 സെക്ഷനിലുള്ളത്. ഇപ്പോ എ സെക്ഷനിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പോവാ. നമുക്ക് ധാരാളം നോക്കിയാലോ? ഹേയ് ലില്ലി, ഇവിടെ നോക്ക്. ലില്ലി, എടാ ഗോപി ഗോപി, നമ്മുടെ ലില്ലി ഇല്ലേ, അവൾ എന്റെ സെക്ഷനിൽ വന്നടാ. അത് കൊള്ളാലോ ചിണ്ടു. എല്ലാവരും ലില്ലിയെ വെൽക്കം ചെയ്യേ. ലില്ലി, എന്നാ അവിടെ പോയി ഇരുന്നോ. ചിണ്ടു സ്കൂളിൽ പോയോടി? ചിണ്ടു ഇപ്പൊ സ്കൂളിൽ പോയതേ ഉള്ളല്ലോ. ഓ, നിങ്ങൾ ജോലിക്ക് പോയില്ലേ? ഇല്ല, ഇന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ജോലിയുണ്ട്. ഫസ്റ്റ് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളുടെ റഫ് നോട്ട് എടുത്ത് പടം വരയ്ക്കുകയോ എന്തെങ്കിലും എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് ഫുൾ ഡേ നിങ്ങൾക്ക് ഫ്രീ. ഓക്കെ, എൻജോയ്. ഹായ് ലില്ലി, സുഖായിരിക്കുന്നോ? ഹായ് ചിണ്ടു. സുഖായിരിക്കുന്നു. നീ എന്റെ സെക്ഷനിൽ വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാ. എനിക്കും അതെ. ഈ ക്ലാസ്സിൽ നീയെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ആരും ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. വിഷമിക്കണ്ട, ഇനി ഞാനില്ലേ. ഈ കാണുന്ന റൂമിലല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നേ? ഇന്ന് നൈറ്റ് ഞാൻ പൊക്കിയിരിക്കും. CCTV ക്യാമറ ഓണായി. ചിണ്ടു, നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? അച്ഛൻ നിനക്ക് വേണ്ടി വെയിറ്റിംഗ്. ആ ലില്ലി, എന്റെ അടുത്തൊരു പ്രത്യേക കഴിവുണ്ട്, കാണിക്കട്ടെ ഞാനത്. അതെന്ത് കഴിവാ ചിണ്ടു? ഈ റബ്ബർ ബാൻഡ് കണ്ടോ?
ഇപ്പൊ നീ നോക്ക്. ഹേ സ്റ്റാർ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അവിടെ ചിണ്ടു. നിക്ക്, ഇത് വെറും ട്രെയിലറാ. മെയിൻ പടം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഹേ ഡബിൾ സ്റ്റാർ. ഇത് വേറെ ലെവലായിട്ടുണ്ട് ചിണ്ടു. താങ്ക്സ് ലില്ലി. യു ആർ ഗ്രേറ്റ്. എടാ കോഴി ചിണ്ടു. ഹായ് ലില്ലി, ഹായ്. എന്റെ പേര് ഗോപാൽ, ചിണ്ടുവിന്റെ ഫ്രണ്ടാ. ഉം. വെക്കേഷന് ഞാൻ ഫാമിലി ആയിട്ട് തിരുവനന്തപുരം സൂയി പോയി. അവിടെ വെച്ച് ഞാനൊരു മുതലയെ കണ്ടു. അപ്പോ ഉണ്ടല്ലോ, ഞാൻ ആ മുതലയുടെ വാലി പിടിച്ച് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവൻ എന്ത് തള്ള. ഒടിയന്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ പോലും ഇങ്ങനെ തള്ളൂല. ഉം. നീ മുതലയുടെ കൂടെ കളിച്ചെന്നോ? നീ പറഞ്ഞ വിശ്വസിക്കില്ല, ഞാനും അതും വലിയ ഫ്രണ്ട്സായി. ലാസ്റ്റ് അത് എന്നെ ഒരുപാട് മിസ് ചെയ്തു. അപ്പൊ ഞാൻ അവന്റെ കൂടെ സെൽഫി എടുത്തു. വൗ, യു ടു ഗ്രേറ്റ് ഗോപാൽ. ലില്ലി ലില്ലി, അവനൊരു തള്ളുവണ്ടിയാ. തള്ളുവണ്ടിന്ന് പറഞ്ഞ തള്ളുവണ്ടി എന്ന് പറഞ്ഞാ നിറയെ തള്ളുകഥകൾ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. പിന്നല്ലാതെ മുതലയുടെ വാലൊടിച്ച് ആരെങ്കിലും കറക്കുവോ? അത് കേട്ട് വിശ്വസിക്കാൻ നീയും. അവനത് സീരിയസ് ആയിട്ടാ പറഞ്ഞത് ചിണ്ടു. അവൻ സീരിയസാ. അവൻ എത്ര വലിയ കോമഡി പീസാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ലില്ലി പല്ലി. ലില്ലി, ഇത് റബ്ബറിന്റെ പല്ലിയാ. ഓ, ഇപ്പൊ നോക്കിക്കോ. അതെ ചിണ്ടു, നീ പറഞ്ഞതുപോലെ അവനൊരു തള്ളുവണ്ടിയാ. ഞാൻ പറഞ്ഞല്ലേ. ഗോപി, ലില്ലിക്ക് പല്ലീന്ന് വെച്ച പേടിയാന്നേ. ആ അത് ശരിയാ ചിണ്ടു. അവര് വന്നു. ഗോപി, ഗോപി, സംസാരിച്ചു. റെക്കോർഡ്. ഇവരെല്ലാവരും കൂടി നിന്നെ പൂർണിയുടെ കൂടെ നാട്ടിലേക്ക് വിടാനാ പ്ലാൻ. അതെ ചിണ്ടു, പൂർണിയനോട് ഒരു ദിവസം ഇത് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ചിണ്ടു, ഓക്കേ? കഴിക്കാൻ വാ. ആ ദേ വരുന്നമ്മ. ശരി, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരെ. നീ ഇവിടെ ഇരിക്കേ. ഇവളെ കൊണ്ട് ഈ നേരത്തെ തന്നെ അവനെ വിളിക്കണമല്ലോ കഴിക്കാൻ. അമ്മോ, ഓ അമ്മേ. ഗോപി, ഞാൻ കഴിച്ചു. ചിണ്ടു, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയോ? എവിടെ? നീ ലെഫ്റ്റിലോട്ട് നോക്ക്. ഇവിടെ എങ്ങനെ ക്യാമറ വന്നേ? കണ്ടുപിടിച്ചല്ലോ. അയ്യോ, അത് എനിക്കും അറിയാത്ത ചിണ്ടു ആരാ വെച്ചതെന്ന്. ഗോപി, അപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിച്ചത് എല്ലാവരും അറിഞ്ഞോ? അത് വീട് ചിണ്ടു. ഫസ്റ്റ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? ഫസ്റ്റ് ഈ ക്യാമറ ആരെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവാ. അതെനിക്ക് തോന്നുന്നത് എന്റെ അച്ഛനായിരിക്കുമെന്നാ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. ഇവൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ മാറ്റി വെക്കണം. സംസാരിച്ചിരിക്കാൻ സമയമില്ല ചിണ്ടു. ഫസ്റ്റ് ആ ക്യാമറ മറക്കണം. ശരി, ഓക്കെ. നീ എന്ത് ചെയ്യാ ചിണ്ടു? എടാ നീ എന്ത് ചെയ്യടാ? അയ്യോ, എടാ ദുഷ്ട, നീ ക്യാമറ തല്ലി പൊളിച്ചല്ലേ. എന്തായാലും ഫയല് മാത്രം സേവ് ചെയ്ത് വെക്കാം. ആ ഗോപി, ഞാൻ ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ശരി, അത് വിട് ചിണ്ടു. ഈ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നേ? അതെ, ആ നിങ്ങൾ എന്താ കഴിക്കാൻ ആടി വരുന്നില്ലേ? വരുന്നതേ, കഴിക്കാൻ വരികയാണ്. ചിണ്ടു, നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാണ് കറക്റ്റ് സമയം. ശരി, ഓക്കെ. അച്ഛൻ കഴിച്ചു കഴിയും മുമ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും എടുക്കണം. വേഗം ചിണ്ടു, ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യ്. ഗോപി, പാസ്വേഡ് ചോദിക്കുന്നു. നിനക്കത് അറിയില്ലേ? എനിക്കറിയില്ലെന്നേ.
നിന്റെ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ? അറിയാം. അത് വെച്ച് നോക്ക്. ഇത് തെറ്റാണെന്ന് കാണിക്കുന്നു ഗോപി. ഇനി 2 ചാൻസേ ഉള്ളൂ. അതിൽ കൂടുതൽ ട്രൈ ചെയ്ത ബ്ലോക്ക് ആവും. നിന്റെ ഡാഡിക്ക് നിന്നെയാണോ നിന്റെ അനിയത്തിയാണോ കൂടുതൽ ഇഷ്ടം? പൂർണിയെ ഇഷ്ടം. അവളുടെ പേര് വെച്ച് നോക്ക്. പൂർണിമ. തെറ്റെന്നാ കാണിക്കുന്ന ഗോപി. ഇനി ലാസ്റ്റ് ചാൻസാ. ഞാനൊരു പേര് പറയാം, അത് വെച്ച് നോക്കുവോ? പറയ്. പരിമളന്ന് ടൈപ്പ് ചെയ്യും. എന്തായി പറയുന്നേ? ഇതാണ് ലാസ്റ്റ് ചാൻസ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ചാൻസ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ മിണ്ടായിരിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ. പറയുന്ന കേക്ക് ചിണ്ടു, ഇത് വെച്ച് നോക്ക്. ശരി, ഓക്കെ. നീ പറഞ്ഞോണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീട്ടിലെ പരിമളം ചേച്ചിന്നാണോ അതോ വെറും പരിമളം ചേച്ചിന്നോ? വെറും പരിമളന്ന് ടൈപ്പ് ചെയ്യും. പരിമളം. ദേ ഓപ്പൺ ആയല്ലോ. ഡാഡി. അത് വേഗം ഡിലീറ്റ് ചെയ്യ് ചിണ്ടു. വെയിറ്റ് ചെയ്യും. ഞാൻ ഡിലീറ്റ് ചെയ്യാം. വേഗം ചിണ്ടു, നിന്റെ ഡാഡി പോയി കഴിച്ചു കഴിഞ്ഞു. ഡിലീറ്റഡ്. ഇനി ഒരു ചെറിയ മാജിക് ഉണ്ട്. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലൗഡ് ഗോപി. ശരി, വാ. അച്ഛൻ വരുന്നതിന് മുമ്പ് പോവാം. എന്തായാലും ഒരു കാണിച്ചു കൊടുത്തേക്കാം. ചിണ്ടു, പൂർണി, ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ. ഒരു വെറൈറ്റി സംഭവമാണ്. വാ വാ വാ. എന്താണെന്ന്? എന്തു പറ്റി? ഇങ്ങ് വാടി. എന്താ അച്ഛ കാണിക്കാൻ പോകുന്നേ? ഡോറയുടെ പ്രയാണങ്ങളാ? ഇത് ചിണ്ടുവിന്റെ പ്രയാണം. കണ്ടു നോക്ക്. ഈ പാവയിൽ പ്രേതബാധ എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നോക്ക്. ഇതെന്താ ഞാൻ വന്ന് നിൽക്കുന്നേ? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എടി, ഞാൻ രാവിലെ മുതൽ ഇവിടെ ആയിരുന്നേ. നിനക്കറിയാലോ. എനിക്ക് ചിരി വരും അച്ഛനെ കണ്ടിട്ട്. ഇതെന്താ ഞാൻ ഭ്രാന്തനെ പോലെ കാണിക്കുന്നേ? അതെ, ആ പാവയ്ക്കല്ല പ്രേതബാധ ഉള്ളത്. നിങ്ങൾക്കാ പ്രേതബാധ. ഇല്ലടി, എനിക്ക് പ്രേതബാധ ഒന്നുമില്ല. ഇത് ഇങ്ങനെ പോയി ശരിയാവില്ല. നാളെ അമ്പലത്തിൽ പോയി ഒരു ചരട് കെട്ടണം. എടി, സത്യമായിട്ട് എനിക്കൊരു കുഴപ്പമില്ലടി. അയ്യോ, എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. പാവം. എന്താ എടി, ഇങ്ങനെയൊക്കെ എടി, സംസാരിക്കുന്നത്? പോയില്ലടി. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. സമാധാനായിട്ട് കിടന്നുറങ്ങണേ. ഒന്നും ആലോചിക്കണ്ട. ആ പാവങ്ങതാ എന്തിനാ അച്ഛാ? തരാൻ പറഞ്ഞില്ലേ? താ, വേണ്ട ഇങ്ങ് തരാൻ. അച്ഛാ. താ. നീ പോ. അച്ഛാ, അതിനൊന്നും ചെയ്യല്ല അച്ഛാ. ഓ, നിന്നെ കൊണ്ട് കളഞ്ഞ എല്ലാ പ്രശ്നവും തീരും. ഇനി മുതൽ നീ എന്റെ വീട്ടിലിരുന്ന എന്റെ കുടുംബത്തിന് ആപത്ത്. എന്നോട് ക്ഷമിക്കണം.